മുസ്ലിം സംഘടനകളുടെ പിന്തുണയെ ചൊല്ലി നിലമ്പൂരിൽ പുതിയ രാഷ്ട്രീയ വിവാദം. UDF ജമാഅത്തെ ഇസ്ലാമി ധാരണ ഇടതുമുന്നണി രാഷ്ട്രീയ ആയുധമാക്കുമ്പോൾ CPM PDP ബന്ധമുന്നയിച്ചാണ് കോൺഗ്രസിന്റെ മറുപടി. ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായ നിലമ്പൂരിൽ പോര് പുതിയ തലത്തിലെത്തുകയാണ്. തീവ്ര സ്വഭാവമുള്ള മുസ്ലിം സംഘടനകളുടെ പിന്തുണയാണ് തർക്കവിഷയം. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള വെൽഫെയർ പാർട്ടി UDFിന് പിന്തുണ പ്രഖ്യാപിച്ചതാണ് CPM ആയുധമാക്കിയത്. വർഗീയ സംഘടനകളുമായി കൂട്ടുപിടിച്ച് നിലമ്പൂരിൽ എങ്ങനെയും വിജയിക്കാനാണ് UDF ശ്രമമെന്ന് MV ഗോവിന്ദൻ. UDFിൻ്റെ ഏറ്റവും പ്രമുഖമായ സഖ്യകക്ഷിയെപ്പോലെയാണ് ജമാഅത്തെ ഇസ്ലാമിയും SDP-യും പ്രവർത്തിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് തുടരുന്നത്. ഇവിടെയും അതുതന്നെയാണ് ഇപ്പോൾ കാണാൻ കഴിഞ്ഞത്. ഞാനത് മുൻകൂട്ടി തന്നെ പറഞ്ഞ കാര്യമാണ്. മറവിൽ സഖ്യം പോലെ ഒരു സഖ്യം രൂപപ്പെടുകയാണ്. പക്ഷേ കോൺഗ്രസും മുസ്ലിം ലീഗും തിരിച്ചടിച്ചു. സമാന സ്വഭാവമുള്ള PDPയുടെ പിന്തുണ ഇടതുമുന്നണിക്കാണെന്ന് ഓർക്കണമെന്ന് കോൺഗ്രസ്. മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയും CPM-ഉം തമ്മിലുള്ള സഹകരണ ചരിത്രം ഓർമ്മപ്പെടുത്തുന്നു മുസ്ലിം ലീഗ്. എനിക്ക് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാനുള്ളത് ശ്രീ പിണറായി വിജയൻ അടക്കമുള്ള CPM നേതാക്കന്മാരുടെ മുൻകാല പ്രസ്താവനകളാണ്. AKG സെന്ററിൽ ഇരുന്നപ്പോൾ CPM-ന് പിന്തുണ കൊടുത്തപ്പോൾ അവർ മതേതരവാദികൾ, CPM-ന് പിന്തുണ പിൻവലിച്ച് UDF-ന് പിന്തുണ കൊടുത്തപ്പോൾ അവർ വർഗീയവാദികൾ. ഇതാണ് സ്ഥിര പരിപാടി. എല്ലാ വർഗീയ ശക്തികളും കാലം ഇത്രയും ഇടതുപക്ഷത്തിന്റെ ഒപ്പമായിരുന്നു. ഓരോ ചെറിയ പാർട്ടികൾ അവരുടേതായ നിലയ്ക്ക് ഓരോ പിന്തുണ പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്. വെൽഫെയർ ഇങ്ങോട്ട്, PDP അങ്ങോട്ട്. മനസ്സിലായില്ലേ? PDP സഹകരണത്തെ CPM ന്യായീകരിക്കുന്നത് ഇങ്ങനെയാണ്: PDP വർഗീയ പാർട്ടിയല്ല. PDP-യും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമും ഒരുപോലെയാണോ? എന്ത് സംശയം കാര്യത്തിന്? ജമാഅത്തെ ഇസ്ലാമി ലോകത്തെമ്പാടുമുള്ള ഒരു വർഗീയ ശക്തിയാണ്. ലോകത്തെ ഇസ്ലാമിക രാഷ്ട്രം പോകണമെന്ന് RSS പറയുന്നത് പോലെ അതിന് കൗണ്ടർ പാർട്ടായിട്ട് പറയുന്ന ഒരു പാർട്ടിയാണ്. ആ നിലപാടെന്നല്ലോ PDP എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട്. പെഹൽഗാം സംഭവത്തിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യം വരെ ഉന്നയിച്ചാണ് ജമാഅത്തെ ഇസ്ലാമി UDF സഹകരണത്തെ CPM വിമർശിക്കുന്നത്. വെൽഫെയർ പാർട്ടിക്ക് UDFിൽ അസോസിയേറ്റ് അംഗത്വം വാഗ്ദാനം ചെയ്താണ് കോൺഗ്രസ് നീക്കമെന്ന CPM-ന്റെ ആരോപണം മുന്നണി നേതൃത്വം തള്ളി. ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു ഡിമാൻഡ് അവരും വെച്ചിട്ടില്ല, ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല. 1 ലക്ഷത്തോളം മുസ്ലിം വോട്ടുകളുള്ള നിലമ്പൂരിൽ പോരാട്ടം ഇഞ്ചോടിഞ്ച് നീങ്ങുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പരസ്യ പിന്തുണ വെല്ലുവിളിയാകുമോ എന്ന ആശങ്കയുണ്ടെങ്കിലും തള്ളിപ്പറയാൻ UDF നേതൃത്വം തയ്യാറല്ല. PDP പിന്തുണയുടെ പേരിലേൽക്കുന്ന പഴി തൽക്കാലം സഹിക്കാൻ ഇടതുമുന്നണിയും തയ്യാറാണ്. ന്യൂസ് 18 നിലമ്പൂർ. തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ നിലപാടുകൾ മാറ്റിപ്പറയുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ പതിവ് രീതിയാണ് നിലമ്പൂരിലും കാണുന്നത്. പരസ്പരം പോരടിക്കുന്നവർ ഒളിഞ്ഞും തെളിഞ്ഞും പലപ്പോഴും വർഗീയ സ്വഭാവമുള്ളവരുമായി കൂട്ടുകൂടിയിട്ടുണ്ടെന്നതാണ് ചരിത്രം. മുസ്ലിം രാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ UDF തേടിയതാണ് വിവാദത്തിന്റെ തുടക്കം. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗമായിട്ടും അതുപോലെ എല്ലാ തീവ്രവാദ ശക്തികളുമായിട്ട് ബന്ധപ്പെട്ടാണ് UDF നിലകൊള്ളുന്നത്. അതുകൊണ്ടാണ് ഞാനതിനെ മഴവിൽ സഖ്യമെന്ന് ഞങ്ങൾ പൊതുവെ പറയുന്നത്. എല്ലാ മേഖലയിലുള്ള വർഗീയവാദികളെയും കൂട്ടിച്ചേർത്തിട്ടാണ്. ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന ഒന്നായിരിക്കും ആ കൂട്ടുകെട്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിലമ്പൂർ ഉൾപ്പെടെ എല്ലാ വർഗീയ ശക്തികളെയും ചേർത്തുകൊണ്ടുള്ള ഒരു മുന്നണിയായിട്ടാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ UDF പ്രവർത്തിക്കുന്നത്. അതിൽ യാതൊരു മനപ്രയാസവും ഇല്ലാതെ ഞങ്ങൾ അതെല്ലാം ചേർന്നാണ് പ്രവർത്തിക്കുന്നത് എന്ന് പരസ്യമായിട്ട് പറയുകയാണ്. ഇത്ര രൂക്ഷ വിമർശനം ഉന്നയിക്കുന്ന CPM പക്ഷേ പലപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തേടിയിട്ടുണ്ട് എന്നതാണ് ചരിത്രം. പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറിയായിരിക്കെ നടന്ന രഹസ്യ ചർച്ചകൾ ജമാഅത്തെ ഇസ്ലാമി അമീർ തന്നെയാണ് ന്യൂസ് 18നോട് തുറന്നു പറഞ്ഞത്. 2011 ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നത് ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലാണ്. ചർച്ചയിൽ പങ്കെടുത്തത് അന്നത്തെ ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ T ആരിഫ് അലിയാണ്. മറുഭാഗത്ത് നിന്ന് പങ്കെടുത്തത് പാർട്ടി സെക്രട്ടറി ശ്രീ പിണറായി വിജയനാണ്. ഇത് CPM-ന്റെ കാര്യം മാത്രമല്ല, കോൺഗ്രസും ഒളിഞ്ഞും തെളിഞ്ഞും വർഗീയ സ്വഭാവമുള്ള സംഘടനകളുടെ കൂട്ടുകൂടിയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടുകളെ തുറന്നെതിർത്ത ആര്യാടൻ ഷൗക്കത്തിന് തന്നെ നിലമ്പൂരിൽ അതേ സംഘടനയുടെ മുന്നിൽ പിന്തുണ തേടി നിൽക്കേണ്ടി വരുന്നു. ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDFിന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു പ്രതികരണം ഒന്നും പറഞ്ഞില്ല. അത് പ്രതികരിക്കേണ്ട സംഗതി കാര്യമില്ലല്ലോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ 9 വർഷത്തെ പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെയുള്ള, അതേപോലെ തന്നെ ദേശീയ തലത്തിൽ ഫാസിസത്തിനെതിരെയുള്ള ഒരു വലിയ പോരാട്ടം നടക്കുക. അതിന്റെ ഭാഗമായിട്ട് പരമാവധി ആളുകളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുള്ള ഒരു സംഗതി. പ്രഖ്യാപിത നിലപാടുകൾ തെരഞ്ഞെടുപ്പ് കാലത്ത് മറക്കുന്നതാണ് കേരളത്തിന്റെ പതിവ് കാഴ്ച. ഇത്തവണ അത് നിലമ്പൂരിലും ആവർത്തിക്കുന്നുവെന്ന് മാത്രം.